നമസ്കാരം. ഇന്ന് രാവിലെ നമ്മൾ കണ്ണു തുറന്നപ്പോഴേ കേട്ടത് വയനാട് സംഭവിച്ച ഭീകരമായിട്ടുള്ള ഉരുൾപൊട്ടലിന്റെ വാർത്തയായിരുന്നു അല്ലേ? എത്ര പേര് കുടുങ്ങിക്കിടപ്പുണ്ടെന്നോ, എത്ര പേരെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കുമെന്നോ, എത്ര പേര് മരണപ്പെട്ടെന്നോ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ ഉരുൾപൊട്ടലിന്റെ ഉത്ഭവ സ്ഥാനത്തേക്ക് ഇതുവരെയും രക്ഷാപ്രവർത്തകർക്ക് പോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പാലം തകർന്നു പോയി. അവിടെ ആകെ തകർന്നടിഞ്ഞ ഒരു അവസ്ഥയാണ്. ഒരു വില്ലേജ്, ഒരു താലൂക്ക് അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയാൻ പറ്റാത്ത ആ ഒരു സ്ഥിതിയിലേക്ക് അവിടുത്തെ ആ ഒരു അന്തരീക്ഷം മാറിക്കഴിഞ്ഞു. അതും രാത്രി, പാതിരാത്രി എല്ലാവരും കിടന്ന് ഉറങ്ങിയ സമയത്താണ് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത്. അവിടുന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിക്കാൻ പോലുമുള്ള ഒരു അവസരം ഉണ്ടായില്ല. പെട്ടെന്നുണ്ടായ മഴ, പെട്ടെന്നുണ്ടായ ഫ്ലഡ്, പെട്ടെന്നുണ്ടാകുന്ന ഒരു ഉരുൾപൊട്ടൽ. ശരിക്കും 2018 ഫ്ലഡിന് ശേഷം ഇപ്പൊ ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് കേരളീയർക്ക് ഒരു തുടർ സംഭവമായിട്ട് മാറിയേക്കുവാണ്. കനത്ത ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഒരു ഉരുൾപൊട്ടൽ പ്രതീക്ഷിച്ചു. അങ്ങനെ വേണം ഇപ്പൊ ജീവിക്കണം. അങ്ങനെ ആ ഒരു പ്രതീക്ഷയോടുകൂടി ജീവിക്കേണ്ട അവസ്ഥയായി മാറിയേക്കുവാണ് കേരളീയരുടെ, അല്ലെ? 2018 തുടങ്ങി ഇപ്പൊ 2024 വന്ന് എത്തി നിൽക്കുമ്പോൾ എത്ര ലാൻഡ് സ്ലൈഡുകളാണ് ഇതുപോലെ ഉണ്ടായത്? അത് ഭീകരമായിട്ടുള്ള ലാൻഡ് സ്ലൈഡുകളാണ്. ചെറിയ ചെറിയ സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന ചെറിയ ഉരുൾപൊട്ടലുകളൊന്നുമല്ല, ഭീകരമായിട്ടുള്ള ഉരുൾപൊട്ടൽ. ഒരു സ്ഥലത്തെ മുഴുവനായിട്ട് തുളച്ചു നീക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഉരുൾപൊട്ടലുകളാണ് ഉണ്ടാകുന്നത്. ശരിക്കും ഇതിന്റെയൊക്കെ കാരണം എന്താണ്? നമ്മൾ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ കാരണമായിട്ട് നമ്മൾ പറയുന്നത് വലിയ മഴയാണ്, അല്ലെ? ന്യൂനമർദ്ദം വന്നു, അപ്പൊ വലിയ മഴ പെയ്തു, വലിയ മഴ മൂലം എന്ത് സംഭവിച്ചു? ഫ്ലഡ് ഉണ്ടാകുന്നു, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. എന്നാൽ ഈ വലിയ മഴ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഈ ഉരുൾപൊട്ടലിനെ ട്രിഗർ ചെയ്യുന്ന ഒരു ചെറിയ ഫാക്ടർ മാത്രമാണ്. പക്ഷെ ഇതിന്റെയൊക്കെ മൂല കാരണം എന്ന് പറയുന്നത് വേറെയാണ്. പലപ്പോഴും രാഷ്ട്രീയക്കാരും വലിയ വലിയ നേതാക്കളുമാരും നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് ഇത് എത്തിക്കത്തില്ല. ശരിക്കും മൂല കാരണം ഡിഫറെന്റ് ആണ്. അതൊരു വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള, പേടിപ്പെടുത്തുന്ന ഒരു കാരണമാണ്. അപ്പൊ ആ കാരണത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു ഫ്ലഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡ് വന്നത് അതിനൊരു കാരണമായി എന്ന് മാത്രമാണ്. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിവരമാണ്. അപ്പൊ ആ മൂല കാരണം എന്താണ്, അല്ലെങ്കിൽ ആ ബേസിക് ആയിട്ടുള്ള റീസണിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറഞ്ഞു വെക്കാം. അതായത് 2010 നമ്മുടെ വെസ്റ്റേൺ ഗാട്സ്, പശ്ചിമഘട്ടമാണല്ലോ നമ്മുടെ കേരളത്തെ ഇതുപോലെ നിലനിർത്തുന്ന ഒരു ഫാക്ടർ. ഇന്ത്യയിൽ തന്നെ ഇതേ രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നിലനിർത്തുന്നത് പശ്ചിമഘട്ടമാണ്. അപ്പൊ ഈ വെസ്റ്റേൺ ഗട്ട്സിന്റെ എക്കോളജിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ നിയോഗിക്കുകയാണ്. വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ എന്നാണ് ആ ഒരു പാനലിന്റെ പേര്. അപ്പൊ അതിന്റെ ഹെഡ് ആയിരുന്നത് മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന വളരെ മഹാനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു വലിയ എക്കോളജിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം എല്ലാം വൃത്തിയായിട്ട് പഠിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നാണ് അതിനെ പറയുന്നത്, മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന്. അപ്പൊ ആ റിപ്പോർട്ട് പ്രകാരം 67% വെസ്റ്റേൺ ഗട്ട്സിന്റെ 67% എന്ന് പറയുന്നത് വളരെയധികം എക്കോളജിക്കലി വൾണറബിൾ ആയിട്ടുള്ള സ്പോട്ടാണ്. എക്കോളജിക്കലി വൾണറബിൾ ആയിട്ടുള്ള സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു വലിയ കൺസ്ട്രക്ഷനോ എന്തെങ്കിലും ഒരു ചലനമോ ആ ഒരു പ്രദേശത്ത് ഉണ്ടായി കഴിഞ്ഞാൽ വലിയൊരു ഡിസാസ്റ്റർ വരും. അതിനെയാണ് ഈ എക്കോളജിക്കലി സക്സെപ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കോളജിക്കലി വൾണറബിൾ ആയിട്ടുള്ള സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു സ്ഥലത്ത് നിന്നും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, മൈനിങ്, അതുപോലെ ക്വാറിയിങ്, വലിയ വലിയ റോഡുകളും വലിയ വലിയ ഡെവലപ്മെന്റുകളും ഒക്കെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പം പവർ പ്ലാന്റ് പ്രൊജക്റ്റോ ഡാമുകളോ അങ്ങനെ ഒരു കൺസ്ട്രക്ഷനും അവിടെ ചെയ്യാൻ പാടില്ല. അവിടെ എത്രയും പെട്ടെന്ന് എന്താണ് നേച്ചറിനെ സെക്യൂർ ചെയ്യണമെന്നാണ് ഈ ഒരു എക്സ്പേർട്ട് പാനൽ പഠിച്ച് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. അപ്പൊ ഈ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 123 വില്ലേജുകളാണ് എന്തിന്റെ അണ്ടറിൽ വരുന്നത്? ഇതുപോലെ എക്കോളജിക്കലി വൾണറബിൾ ആയിട്ടുള്ള സ്പോട്ടിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ ഈ റിപ്പോർട്ട് വന്ന സമയത്ത് ഇത് വലിയൊരു പ്രക്ഷോഭം സൃഷ്ടിച്ചു. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അതായത് ഈ എക്കോളജിക്കലി വൾണറബിൾ ആയിട്ടുള്ള പ്രദേശങ്ങളിൽ എന്ത് പാടില്ല? വലിയ വലിയ കൺസ്ട്രക്ഷനുകളോ മൈനിങ്ങുകളോ ക്വാറിയിങ്ങുകളോ ഒന്നും പാടില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പ്രകാരം നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിന്റെ പല ഏരിയകളും പ്രൈവറ്റ് പാർട്ടിയുടെ അണ്ടറിലാണ്. അതായത് അവർ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വലിയ വലിയ ക്വാറികളും വലിയ വലിയ മൈനിങ് സ്പോട്ടുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അത് മാത്രമല്ല, ഇപ്പൊ ഇടുക്കി, വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലെ ഏറ്റവും വലിയ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റ് പാർട്ടീസ് അവിടെ റിസോർട്ടുകൾ പണിയുവാണ്. ടൂറിസം എന്ന് പറയുന്ന ഒരു സംഭവത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ വലിയ റിസോർട്ടുകൾ പണിയുവാണ്. അപ്പൊ ഇത്തരത്തിലുള്ള റിസോർട്ടുകളും ക്വാറികളും മൈനിങ്ങുകളും ഒക്കെ അവിടെ വരുന്ന സമയത്ത് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു തുടർ സംഭവമായിട്ട് മാറും. അപ്പൊ ഡീഫോറസ്റ്റേഷൻ വന്ന് ആ ഒരു ഏരിയ മുഴുവൻ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുവാണ്? തകർത്തെറിയുകയാണ്. അത് ആ ഒരു ഏരിയയുടെ ബാലൻസ് മൊത്തത്തിൽ ഡിസ്ട്രപ്റ്റീവ് ആണ്. അപ്പൊ ഈ ഒരു മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രൈവറ്റ് ലോബീസിന്, പ്രൈവറ്റ് മാഫിയകൾക്ക് എന്ത് നഷ്ടപ്പെടും? അവരുടെ ആ ഒരു സംഭവം മുഴുവൻ നഷ്ടപ്പെടും. ക്വാറികളാണല്ലോ, വലിയ ക്വാറികളിൽ നിന്നൊക്കെ ലക്ഷങ്ങൾ, കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് കിട്ടുന്നത്. മൈനിങ്ങിലൂടെയും പാറ പൊട്ടിക്കുന്നതിലൂടെയും ഒക്കെ കിട്ടുന്നത്. മാത്രമല്ല റിസോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു ബിസിനസ് ആയിട്ട് മാറിയേക്കാണല്ലോ. അപ്പൊ ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം വരും എന്ന് മനസ്സിലാക്കി പ്രൈവറ്റ് മാഫിയകളും ലോബികളും എന്ത് ചെയ്തു? അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഇതുപോലെ 123 വില്ലേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 123 വില്ലേജുകളിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട്. ചെറിയ ചെറിയ കൃഷിപ്പണികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന കുഞ്ഞു കുഞ്ഞു വീടുകളാണ് അവരുടെയൊക്കെ. അങ്ങനെയുള്ള ജനങ്ങളെ എന്ത് ചെയ്തു? പേടിപ്പിച്ചു. അതായത് ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഏതാണ്ട് 8 മാസത്തോളം തടഞ്ഞു വെച്ചു. ഈ തടഞ്ഞു വെച്ച സമയത്ത് ആർക്കും ഇത് വായിക്കാനോ ഒന്നും കിട്ടിയിരുന്നില്ല. സാധാരണക്കാർക്ക് സൈറ്റിൽ പോയി വിസിറ്റ് ചെയ്ത് വായിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അപ്പൊ ആ 8 മാസം കൊണ്ട് ഈ പ്രൈവറ്റ് ലോബീസ് ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിൽ പേടി പരത്തി.
അതായത് ഇത് ഫാർമേഴ്സിന് എഗനസ്റ്റ് ആണ് ഈ റിപ്പോർട്ട്. നിങ്ങൾക്ക് സ്ഥലം നഷ്ടപ്പെടും, നിങ്ങൾക്ക് കൃഷിഭൂമി നഷ്ടപ്പെടും, നിങ്ങളെ മൊത്തത്തിൽ കുടിയിറക്കും എന്ന് പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ എന്ത് ചെയ്തു? പേടിപ്പിച്ചു. എന്നിട്ട് ഇവരെ മുൻനിർത്തിയിട്ട് വലിയ പ്രക്ഷോഭങ്ങളും വലിയ സമരങ്ങളും ഉണ്ടാക്കി. അൺഫോർച്ചുനേറ്റ്ലി അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു ലീഡിംഗ് പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഈ സമരത്തിന് എന്ത് ചെയ്തത്? വഴിതെളിച്ചത്. LDF. കാരണം ആ ഒരു സമയത്ത് കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത്. അപ്പം ഇങ്ങനെ വലിയ പ്രക്ഷോഭങ്ങളും നമ്മുടെ രാജ്യം എമ്പാടും പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. പക്ഷെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പ്രക്ഷോഭം ഉണ്ടായത് കേരളത്തിലാണ്. കാരണം 123 വില്ലേജുകളാണ് കേരളത്തിൽ ആ ഒരു റിപ്പോർട്ടിന്റെ അണ്ടറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രക്ഷോഭം ഉണ്ടായ സമയത്ത് ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ത് ചെയ്യുവാണ്? മാറ്റിവെക്കുകയാണ്. ഇത് നടപ്പിലാക്കത്തില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചതിന് ശേഷമാണ് പിന്നെ കസ്തൂരി രംഗൻ പാനലിനെ ഏർപ്പാടാക്കുന്നത്. പിന്നെ ഒന്നും കൂടി പഠിച്ച് വേറൊരു റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് വരുന്നത്. പക്ഷെ കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്താണ്, ഇതുപോലുള്ള ലോബികൾക്കും മാഫിയകൾക്കും ഒക്കെ കുറച്ചും കൂടി ഒരു ഫേവറബിൾ ആയിട്ടുള്ള റിപ്പോർട്ടാണ്. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എൻവയോൺമെന്റൽ ബേസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. അതായത് എൻവയോൺമെന്റിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ്. അതായത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. പക്ഷെ കസ്തൂരി രംഗനകത്ത് എൻവയോൺമെന്റിന് വലിയ പ്രാധാന്യമില്ല, ഡെവലപ്മെന്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു. അപ്പൊ ഇവിടെ ഞാൻ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് വലിയൊരു മഹാനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി, അദ്ദേഹത്തിന് എന്തോ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് എല്ലാവരും കരുതിയത്. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി അവസാനം എന്ത് ചെയ്യാണ്? ഇതുപോലെയുള്ള പ്രൈവറ്റ് മാഫിയകളുടെ ഒക്കെ ലക്ഷ്യം എന്ത് ചെയ്തു? നിറവേറി. ശരിക്കും ഇപ്പൊ ആണ് അതിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നത്. അതിനുശേഷം 7 വർഷങ്ങൾക്ക് ശേഷം 2018 കേരളം ഒരു വലിയ ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്തു. ഈ ഡിസാസ്റ്റർ കഴിഞ്ഞ സമയത്തും മാധവ് ഗാഡ്ഗിൽ അദ്ദേഹം പറഞ്ഞു, അന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എൻവയോൺമെന്റിനെ ലക്ഷ്യം വെച്ചിട്ട് എൻവയോൺമെന്റിനെ സെക്യൂർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് കേരളം ഇറക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു വിഷയം വരില്ലായിരുന്നു, ഇന്ന് ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു. 2018 ശേഷം ഇപ്പം ഭയങ്കര ഡിസാസ്റ്റർ ആണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇനി എത്ര വർഷങ്ങൾ മുന്നോട്ട് പോകുന്നോ ആ വർഷങ്ങൾ മുഴുവൻ ഒരു വലിയ ഡിസാസ്റ്റർ നമ്മൾ കാണേണ്ടി വരും. ഇത് കൃത്യമായിട്ട് ഇതിനെതിരെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അതായത് ഇപ്പൊ ഇടുക്കി ആയിക്കോട്ടെ, വയനാട് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ വരുന്ന സ്ഥലമാണ് ഇടുക്കിയും വയനാടും. അത് ടോപ്പോഗ്രഫിക്കലി ഹൈ ഏരിയ ആണ്. ഈ ടോപ്പോഗ്രഫിക്കലി വളരെ ഉയർന്ന പ്രദേശത്ത് എന്തെങ്കിലും ഒരു ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ വൾണറബിൾ ആകും ആ പ്രദേശം. അതായത് ഡീഫോറസ്റ്റേഷൻ മൂലം മണ്ണ് മുഴുവൻ വീക്കാണ്. സാധാരണഗതിയിൽ ഈ മരങ്ങളാണല്ലോ മണ്ണിനെ പിടിച്ചു നിർത്തുന്നത്, വെള്ളത്തെ പിടിച്ചു നിർത്തുന്നത്. അപ്പൊ ഈ മരങ്ങൾ ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ വലിയ വലിയ കൺസ്ട്രക്ഷൻസും വലിയ മൈനിങ്ങും ക്വാറിയിങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ മണ്ണ് ഭയങ്കര വീക്കാണ്. അപ്പൊ മണ്ണിലേക്ക് വെള്ളം ഇരച്ചിറങ്ങും. അതായത് നമ്മളിങ്ങനെ കുഞ്ഞിങ്ങനെ ചെറിയ ചെറിയ രീതിയിലാണ് ഈ മണ്ണിലേക്ക് വെള്ളം ഇരച്ചിറങ്ങുന്ന സമയത്ത് ഈ മണ്ണ് ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മണ്ണ് ഭയങ്കര വീക്കാണ്. ഇപ്പൊ നമ്മുടെ കർണാടകയില് ശിരൂരിൽ സംഭവിച്ചത്, അവിടെ അതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു. ആ ഏരിയ മുഴുവൻ ഇടിച്ചിടിച്ച് വെച്ചേക്കുവാണ് ആ റോഡ് പണിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇടിച്ചിടിച്ച് വെക്കുന്നത് മൂലം എന്താണ്, ആ മണ്ണിനെ പിടിച്ചു നിൽക്കാൻ അവിടെ ഒരു കപ്പാസിറ്റി ഇല്ല. ആ മണ്ണിലേക്ക് വെള്ളം ഇറങ്ങുമ്പോഴേക്കും ഈ മണ്ണെല്ലാം കൂടെ കുത്തി ഒലിച്ചു വരും. അതാണ് ഈ സംഭവം, ഈ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? ശരിക്കും സാധാരണക്കാരാണ് ഇതിന്റെ എല്ലാം ഭവിഷ്യത്ത് നേരിടാൻ പോകുന്നത്. ഇപ്പൊ ആ മണ്ണിനടിയിൽ കിടക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളാണ്, മനുഷ്യരാണ്. അന്ന് പേടിപ്പിച്ച് പ്രക്ഷോഭം സൃഷ്ടിച്ച പല ആൾക്കാരും ഇന്ന് ചിലപ്പോൾ ആ മണ്ണിനടിയിൽ ഉണ്ടാകും. ശരിക്കും പ്രൈവറ്റ് പാർട്ടീസോ, അവർക്ക് ഇഷ്ടം പോലെ വരുമാനം കിട്ടുന്നുണ്ട്, അവർക്ക് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, അവർക്ക് ഏതെങ്കിലും ഒരു വഴിയിലേക്ക് പോകാം, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും അവർക്ക് പോകാം. പക്ഷെ കേരളത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള 90% ജനങ്ങളുമാണ് ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ വലിയ വലിയ നേതാക്കന്മാർക്ക് അറിയാം. പക്ഷെ അവരൊക്കെ അന്ന് എന്ത് ചെയ്തു? കണ്ണടച്ചു. ഈ പ്രൈവറ്റ് പാർട്ടീസ് ഇവർക്കൊക്കെ ഫണ്ട് ചെയ്ത് ഇവരെയൊക്കെ പേടിപ്പിച്ച്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ പേടിപ്പിച്ച് അവർക്ക് വീട് നഷ്ടപ്പെടും, ഇത് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പേടിപ്പിച്ച് അവരെ മുൻനിർത്തി സമരം ചെയ്ത് അവസാനം യഥാർത്ഥത്തിലുള്ള അതൊരു റിയാലിറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഈ കാണിച്ചു തന്നൊരു റിയാലിറ്റിയാണ്. ഇതാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നത്. നമുക്ക് എല്ലാവരും ചോദിക്കും, ഡെവലപ്മെന്റ് വേണ്ടേ എന്നൊരു ചോദ്യം ചോദിക്കും. വികസനം വേണം, ഡെവലപ്മെന്റ് വേണം. പക്ഷേ നമ്മളിങ്ങനെ നിൽക്കുന്ന അടിയിലുള്ള മണ്ണ് അത് ഒലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ എടുത്ത് ഡെവലപ്മെന്റ് ചെയ്യും? താഴെ ചവിട്ടി നിൽക്കാൻ മണ്ണുണ്ടെങ്കിലേ നമുക്ക് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ്? ഡെവലപ്മെന്റ് ആണോ? അല്ല. അതായത് നമ്മുടെ ഈ ടോപ്പോഗ്രഫിയെ, നമ്മുടെ ഈ മണ്ണിനെ സെക്യൂർ ചെയ്യുക, നമ്മുടെ ഈ ജോഗ്രഫിയെ സെക്യൂർ ചെയ്യുക. ഈ ജോഗ്രഫിയെ സെക്യൂർ ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതുപോലുള്ള റെക്കറിംഗ് ആയിട്ടുള്ള ഫ്ലഡുകളും ലാൻഡ് സ്ലൈഡും ഒഴിവാക്കാൻ എന്ത് വേണം? എനിക്ക് തോന്നുന്നു വലിയ വലിയ ഡെവലപ്മെന്റൽ പ്രൊജക്ടിന് പൈസ നിക്ഷേപിക്കാറുണ്ട് നമ്മൾ. അതിന്റെ പകുതിയുടെ പകുതി പൈസ വേണ്ട ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി. കൃത്യമായിട്ടൊരു പാനലിനെ ഇത് ചെയ്തിട്ട് കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് ഇതുപോലെ വീക്കർ ആയിട്ടുള്ള ഏരിയ എന്ന് നോക്കി അവിടെ കൃത്യമായിട്ട് സെക്യൂർ ചെയ്ത് അവിടുന്ന് വലിയ വലിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ. ഒരുപാട് ക്വാറിയിങ് ആണ് നടക്കുന്നത് ഈ വീക്കർ ആയിട്ടുള്ള ഏരിയയിൽ. പാറപൊട്ടിക്കലാണ്, മൈനിങ്ങുകളാണ് നടക്കുന്നത്. അതുപോലെ റിസോർട്ടുകൾ എന്ന് പറഞ്ഞ പേരിൽ ഡീഫോറസ്റ്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ മരങ്ങളും വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയാണ് അവിടെ പേടിപ്പിച്ചത്. സാധാരണക്കാരായിട്ടുള്ള ഫാർമേഴ്സ് ചെറിയ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നു, ചെറിയ ചെറിയ വീടുകൾ വെക്കുന്നു. ഇതൊന്നും എൻവയോൺമെന്റിനെ തകർക്കുന്നതല്ല. ഇമ്പാക്ട് ഉണ്ടാകും, പക്ഷെ അത് ലോങ് ടേം ആണ്. പക്ഷെ ഇതുപോലുള്ള വലിയ വലിയ കൺസ്ട്രക്ഷൻസ് അവിടെ നടക്കുമ്പോൾ എന്താണ്, അത് വലിയൊരു ഹ്യൂജ് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അവർക്ക് നേട്ടവും നമുക്ക് കോട്ടവും ഉണ്ടാവും.
അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, നീ ഇവിടെ ഒന്ന് ചിലയ്ക്ക് മാത്രമല്ലേ ചെയ്യുന്നത്? ഇത് എന്റെ ഒരു വേ ഓഫ് പ്രൊട്ടസ്റ്റ് ആണ്. എനിക്ക് ഈ രീതിയിലെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. അതായത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ശരിക്കുമുള്ള റിയാലിറ്റി. ഇപ്പൊ നമ്മൾ കേരളം ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന ഈ ഒരു സംഭവത്തിന്റെ എല്ലാം കാരണം ഇതാണ്, മൂല കാരണം ഇതാണ്. നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര വീക്കാണ്. അവിടെ നമ്മൾ ഇഷ്ടം പോലെ കുഴിച്ച് അതിനെ വീക്കാക്കി, അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഇങ്ങനെ എല്ലാം വീക്കാക്കി വെച്ചേക്കാണ്. ഡെവലപ്മെന്റ് എന്ന പേരിൽ ഒരുപാട് പ്രൈവറ്റ് പാർട്ടീസ് എന്ത് ചെയ്യുവാണ്, ഇതെല്ലാം ഉപയോഗിച്ച് ഈ റിസോഴ്സ് എല്ലാം മാക്സിമം ചൂഷണം ചെയ്തത് മൂലമാണ് ഇപ്പൊ കേരളത്തിൽ ഇതിന്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അന്ന് ഏറ്റവും കൂടുതൽ വില്ലേജുകൾ ഉണ്ടായിരുന്നത് വയനാടും ഇടുക്കിയുമാണ്. അതായത് ഈ എൻവയോൺമെന്റലി ഭയങ്കര വീക്കർ ആയിട്ടുള്ള ഏരിയയിലെ ഏറ്റവും കൂടുതൽ വില്ലേജുകൾ ഉണ്ടായിരുന്നത് വയനാടും ഇടുക്കിയുമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത്. ഇനിയെങ്കിലും നമ്മൾ കണ്ണു തുറക്കണം. നൗ ഓർ നെവർ എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്. ഇപ്പോ അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും വേണ്ടി വരില്ല. നമ്മൾ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ കൺസേൺ ആകുന്നുണ്ട്. അതിനേക്കാട്ടിൽ ഏറ്റവും കൂടുതൽ കൺസേൺ ആകേണ്ട ഒരു സംഭവമാണിത്. നമ്മുടെ താഴെ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഇത് നമ്മുടെ വലിയ വലിയ നേതാക്കന്മാർക്കൊക്കെ അറിയാം. അവർ ഇതിനു വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയാലേ വരത്തുള്ളൂ. പക്ഷെ അവർ തുനിഞ്ഞിറങ്ങുന്നത് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല. നമ്മൾ തന്നെ ഇതിനു വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങണം. നമ്മൾ ജനങ്ങൾ തുനിഞ്ഞിറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും? നേതാക്കന്മാർക്ക് പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കണ്ണടയ്ക്കാൻ വേണ്ടി പറ്റത്തില്ല, അവരും ചെയ്യും. സോ ഇതാണ് കേരളത്തിന്റെ സിറ്റുവേഷൻ. കേരളം ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഡിസാസ്റ്റർ ഫേസ് ചെയ്യുന്നതിന് ഒരേ ഒരു കാരണം ഇതാണ്. നിങ്ങൾ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നിങ്ങൾക്ക് സൈറ്റുകളിലൊക്കെ ലഭ്യമാണ്. നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട് എക്കോളജിക്കലി വീക്കർ ആയിട്ടുള്ള ഏരിയകൾ. ആ ഏരിയകളിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നത്, മൈനിങ്ങുകളും ക്വാറികളും ഉള്ളത്, അതുകൂടാതെ തന്നെ റിസോർട്ടുകളും. ഇങ്ങനെ പ്രൈവറ്റ് ലോബീസിന്റെ കയ്യിലാണ് ഈ ഏരിയ മുഴുവൻ. ആ ഒരു കാരണം കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇത്രയധികം പ്രശ്നം നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത്. പിന്നെ ഫ്ലഡ് മാനേജ്മെന്റ് ഇല്ല, കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉള്ള ഒരു ഡെവലപ്മെന്റ് അല്ല നമ്മൾ കൊണ്ടത്. അൺപ്ലാൻഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. വെള്ളം ഒളിച്ചു പോകുന്ന വഴിയിലാണ് എല്ലാ സാധനങ്ങളും വെക്കുന്നത്. പിന്നെ അവിടെ ഫ്ലഡ് ഉണ്ടാവാതിരിക്കുമോ? അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ചെയ്തിട്ട് ഇനിയെങ്കിലും ഈ ഒരു സംഭവം ഇല്ലാതെയാക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഡെവലപ്മെന്റ് അല്ല നമുക്കിപ്പോൾ ആവശ്യം. നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റിനെ, നമ്മുടെ ഈ ഒരു എക്കോളജി, അല്ലെങ്കിൽ ഒരു ഭാവനാത്മകമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ ആദ്യം സ്റ്റേബിൾ ആക്കിയതിനു ശേഷം മാത്രം നമുക്ക് ഡെവലപ്മെന്റിനെ കുറിച്ച് ചിന്തിക്കാം.